ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ സമയം ഏകദേശം ഒരു 4 മണിയായിട്ടുണ്ട്. കുഞ്ഞ് കിടന്ന് നല്ല ഉറക്കമാണ് കേട്ടോ. ഞാൻ എഴുന്നേക്കാൻ പോവാണ്. ആദ്യം തന്നെ പോയി അടുക്കള ക്ലീൻ ആക്കട്ടെ കേട്ടോ. ഇന്നലെ നൈറ്റ് ഊണ് കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം അതേപോലെ കിടക്കുകയാണ്. ഒന്നും കഴുകാൻ പറ്റിയില്ല. അപ്പോൾ ആദ്യം തന്നെ അടുക്കളയിലേക്ക് ചെന്ന് ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ കേട്ടോ. പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പാത്രങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കാൻ പോവുകയാണേ. അതിന് മുമ്പേ ഇന്നലെ രാത്രി ഞാൻ തുണി വാഷ് ചെയ്യാനായിട്ട് മെഷീനിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മെഷീൻ ഓണായി തന്നെ കിടക്കുന്നുണ്ട്. അതൊന്ന് ഓഫ് ചെയ്ത് തരാം കേട്ടോ. പിന്നെ ദേ എൻ്റെ കാർകൂന്തലൊന്ന് കെട്ടി വെക്കാൻ പോവുകയാണേ. കുറേ മുടിയുള്ളതുകൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ ദേ കെട്ടി വെക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയൊക്കെ കെട്ടിച്ചാലും നിൽക്കില്ല. അപ്പോൾ ഞാനിങ്ങനെ ബുഷ് ഇട്ടിട്ട് ഇങ്ങനെ വെക്കാറാണ്. ചുരുണ്ട മുടിയായതുകൊണ്ട് ഇങ്ങനെ ചുരുണ്ടി കൊണ്ട് കിടക്കും. അങ്ങനെ ഇതേ തേക്കാനുള്ള പാത്രങ്ങളെല്ലാം പുറത്ത് കൊണ്ടുപോയി വെള്ളം ഒഴിച്ചിട്ടിട്ട് ഒന്ന് കുതിരാനായിട്ട്. അടുക്കളയിൽ സിങ്കിൽ വെച്ച് കഴുകാൻ പറ്റില്ല കേട്ടോ. സിങ്കിന് കുറച്ച് ലീക്ക് ഉണ്ട്. അപ്പോൾ സിങ്കിലിട്ട് പാത്രം കഴുകിയിട്ടുണ്ടെങ്കിൽ അടുക്കള മൊത്തം വെള്ളമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ടാണ് കേട്ടോ പാത്രം കഴുകാറ്. പിന്നെ ഇതേ കുറച്ച് പച്ചക്കറിയുടെ വേസ്റ്റ് ഉണ്ടായിരുന്നു, അതും കൊണ്ടേ കളഞ്ഞ്. പിന്നെ ഇതേ സ്റ്റൗ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. സ്റ്റൗവും കൗണ്ടർ ടോപ്പും എല്ലാം ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി ഇടുന്നുണ്ട്. രാത്രി എല്ലാ ദിവസവും ഇങ്ങനെ എല്ലാം റെഡിയാക്കി വെക്കാറാണ്. ഇന്നലെ എന്തോ എനിക്ക് ഭയങ്കര മടിയായി പോയിട്ടോ. അപ്പോൾ എല്ലാം രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചു, അങ്ങനെ ഇട്ടു. അത് കാരണം രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് ഇരട്ടി പണിയായിട്ടോ. അടുക്കളയിലോട്ട് കയറി വന്നപ്പോൾ തന്നെ എന്തോ ഒരു എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളൊരു ഡൗട്ടായിരുന്നു. അങ്ങനത്തെ സ്റ്റൗവും തുടച്ചു, കൗണ്ടർ ടോപ്പും തുടച്ചിടുന്നുണ്ട്. രാത്രി മടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ മടിയായി പോകും കേട്ടോ. അല്ലെങ്കിൽ എല്ലാം ചെയ്ത് വെക്കും. പിന്നെ ദേ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് പുട്ടും ഗോതമ്പ് പുട്ടും കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് വേഗം കുക്കറിലോട്ട് കഴുകി ഇടുവാണ്. എന്നിട്ട് അതിലേക്ക് ഒരു 2 സവാള അരിഞ്ഞിടുന്നുണ്ട്. ചെറിയ സവാളയാണ് കേട്ടോ. പിന്നെ ഒരു 3 പച്ചമുളക് കീറിയിടുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് വേവിക്കാൻ വെക്കുവാണ് കേട്ടോ. പിന്നെ അത് കുഞ്ഞിന് കുറുക്ക് റെഡിയാക്കാനായിട്ട് റാഗിപ്പൊടി ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ദേ കുഞ്ഞെണീറ്റു. ഇനി ഇപ്പോൾ അവളൊന്നിനും സമ്മതിക്കില്ല കേട്ടോ. കുറുക്കും കൂടി ഉണ്ടാക്കി വെച്ചിട്ട് കുഞ്ഞിനെ കൊണ്ടുപോയി ഉറക്കാൻ പോവുകയാണ്. പാത്രങ്ങൾ കുറച്ച് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നത് എടുത്തുകൊണ്ട് വന്നിട്ടോ. അപ്പോൾ പനം കൽക്കണ്ടം തീർന്നിരിക്കണം. അപ്പോൾ ഇന്ന് തൽക്കാലം പഞ്ചസാര തന്നെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാപ്പിക്കുള്ള വെള്ളവും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. അത് കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് ചെയ്യാവുന്ന കാര്യമില്ല. അപ്പോൾ അതും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് കാപ്പിപ്പൊടിയാണ് കേട്ടോ, കട്ടൻ കാപ്പിയാണേ. ചായ ഞാൻ വല്ലപ്പോഴൊക്കെ വെക്കാറുള്ളൂ. പാല് വാങ്ങുമ്പോൾ പാൽ ചായ ഉണ്ടാക്കും. അല്ലാത്തപ്പോൾ ഇങ്ങനെ കട്ടൻ കാപ്പി തന്നെയാണ് കേട്ടോ രാവിലെ ഉണ്ടാക്കാറ്. രാവിലെ വൈകുന്നേരം കട്ടൻ കാപ്പി തന്നെയാണ്. അങ്ങനെ ദേ കാപ്പി തിളക്കാറായിട്ടുണ്ട്. അമൃതം പൊടി തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ മാസത്തെ കിട്ടിയില്ല. അതുകൊണ്ട് ഇപ്പോൾ റാഗിപ്പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ കുറുക്ക് ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിന് അവിടെ നിന്ന് ഇളക്കി റെഡിയാക്കി എടുത്തിട്ടോ ബാക്കി പണിയൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അവളൊക്കെ എടുത്ത് വെക്കാൻ പോവാണ്. അങ്ങനെ രണ്ടേ കുഞ്ഞിന് പാല് കുടിക്കാറില്ല കേട്ടോ. അവൾ ഡെക്സോലാക്കാണ് കൊടുത്തോണ്ടിരുന്നത്. ഇപ്പോൾ അവൾ കുടിക്കുന്നില്ല. അത് കുറച്ച് നാൾ
കൊടുക്കാറില്ലായിരുന്നു. അപ്പോൾ അവൾക്ക് ഇത് മാത്രം, കുറുക്ക് മാത്രം മതി, അത് മാത്രം കുടിക്കുകയുള്ളൂ കേട്ടോ. കുറുക്ക് ഇങ്ങനെ ബോട്ടിലാക്കിയിട്ടാണ് കൊടുക്കാറ്. അപ്പോൾ അത് കൊടുത്തിട്ട് അവളെ കിടത്തി ഉറക്കാൻ പോവുകയാണ്. രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരമൊക്കെ ഒന്ന് കിടന്ന് കളിക്കൂട്ടോ. അത് കഴിഞ്ഞ് ഒന്നും കൂടി കിടന്നുറങ്ങും. അപ്പോൾ അവൾ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ കുഞ്ഞിനെ കിടത്തി ഉറക്കാൻ പോവുകയാണ്. അങ്ങനെ ഞാൻ കുഞ്ഞിൻ്റെ കൂടെ കുറച്ച് നേരം കിടന്നു കേട്ടോ. കുറച്ച് നേരം അടുത്ത് കിടന്നപ്പോഴേക്കും കുഞ്ഞ് കിടന്ന് ഉറങ്ങി. പിന്നെ ഇന്നൊന്ന് മുറ്റടിക്കണം. എല്ലാ ദിവസവും അടിക്കാറില്ല കേട്ടോ. മുറ്റത്ത് ചവറുള്ളപ്പോൾ മാത്രം അടിക്കാറുള്ളൂ. ഫുള്ള് ടൈല് വിരിച്ചേക്കുവാണ്. അപ്പോൾ ഇത് കുറച്ചിന്ന് ചവറുണ്ട്. അപ്പോൾ അതൊന്ന് അടിച്ച് കളഞ്ഞേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇത് മുറ്റം അടിച്ച് കഴിഞ്ഞു. പിന്നെ തിണ്ണയും കൂടി ഒന്ന് കഴുകിയിടുവാണ്. ഇടയ്ക്ക് ഞാനൊരു 2-3 ദിവസമൊക്കെ കൂടുമ്പോൾ ഈ തിണ്ണ കഴുകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അങ്ങനെ കഴുകിയിടുന്നുണ്ട്. പിന്നെ അത് തുണി അലക്കിയത് വിരിക്കാനുണ്ട്, അതും കൂടി ഒന്ന് വിരിച്ചിടുന്നുണ്ട് കേട്ടോ. വലിയ തുണികൾ മാത്രം, അത് പാൻറ്റും ഷർട്ടും ചുരിദാർ ടോപ്പ് അത് അങ്ങനെയുള്ളത് മാത്രം പുറത്ത് വിരിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം സ്റ്റാൻഡിൽ തന്നെ അകത്ത് തന്നെ വിരിച്ചിടുവാണ്. വെയിലുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ പുറത്തിട്ട് ഉണക്കുന്നത്. നല്ല വെയിലാണല്ലോ ഇപ്പോൾ. അങ്ങനെ ഇത് തുണി വിരിച്ച് കഴിഞ്ഞു. പിന്നെ ഇത് ചെടിക്ക് കുറച്ച് വെള്ളം ഒഴിക്കാനുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് നനച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെടി നനച്ചതിന് ശേഷം മുറിയെല്ലാം ഒന്ന് അടിച്ചു തുടച്ചിടുന്നുണ്ട്. പിന്നെ ഇത് വാതിലും ജനലൊക്കെ ഒന്ന് തുടക്കണം. അപ്പോഴേക്കും കുഞ്ഞ് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളെ ഞാൻ വാക്കറിലിരുത്തിക്കൊണ്ടാണ് കേട്ടോ മുറി അടിച്ച് കഴിഞ്ഞപ്പോഴേക്കും എണീറ്റിട്ടുണ്ടായിരുന്നു കുഞ്ഞ്. പിന്നെ അവളെ വാക്കറിലിരുത്തിയപ്പോൾ ശരിക്കും നല്ലോണം ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേക്കുവാണെങ്കിൽ കുറച്ച് നേരമൊക്കെ വാക്കറിലിരുത്തിയിട്ടുണ്ടെങ്കിൽ ഇരുന്ന് കളിച്ചോളൂ കേട്ടോ. എന്തെങ്കിലും ഒരു കളിപ്പാട്ടം എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും പിടിച്ചുകൊണ്ട് ഇരുന്ന് കളിച്ചോളൂ. അപ്പോൾ ഇത് അങ്ങനെ കുഞ്ഞിത് വാക്കറിലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത് തുടച്ചു. അപ്പോൾ വാതിലും ജനലും കൂടി ഒന്ന് തുടച്ചേക്കാമെന്ന് വിചാരിച്ചു. അതും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കഴിയുന്നവരും കുഞ്ഞ് കരയാതിരുന്നു കേട്ടോ. ഒരു കിലുക്കട്ടം കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കിലുക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ഞാനിവിടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ, ആ ഒരു ഇതിലായിട്ട് കുഞ്ഞ് അങ്ങനെ ഇരുന്ന് കളിക്കുന്നത്. അടുത്ത് കാണണം എപ്പോഴും. വാക്കറിൽ അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അടുത്ത് കാണുവാണെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ ഇരുന്നോളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറുവാണെങ്കിൽ കരച്ചിൽ തുടങ്ങും കേട്ടോ. അപ്പോൾ ഞാൻ ഈ പണി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിനെ വിളിക്കുന്നുണ്ട്, കുഞ്ഞിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിലിരിക്കുകയാണ് കേട്ടോ കുഞ്ഞ്. ഇപ്പം എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. അങ്ങനെ ഇത് തുടച്ചൊക്കെ കഴിയാറായിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ ഗ്ലാസ് മാത്രം തുടക്കുന്നുള്ളൂ. അപ്പുറത്ത് ഇനി ഇപ്പുറത്തെ സൈഡിലൊരു ഗ്ലാസും കൂടി ജനലും കൂടി ഉണ്ട് കേട്ടോ. അതൊന്നും ഇപ്പോൾ തുറക്കുന്നില്ല.
ഒരുപാട് നേരം ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞ് കരച്ചിൽ തുടങ്ങും. അപ്പോൾ ഇത്രയൊക്കെ ഇങ്ങോട്ടൊക്കെ മതിയാക്കി കേട്ടോ. അപ്പോൾ ഇതേ ക്ലീനിങ് പരിപാടിയും കഴിഞ്ഞു കേട്ടോ. പിന്നെ അവ കഴിച്ചു വാക്കറിൽ ഒന്ന് കളിക്ക് വന്നിട്ട് വെക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താ, കട്ടൻ കാപ്പി വെക്കാൻ പോവാണേ. ഇനി പുട്ടുണ്ടാക്കണം, കടല കറി റെഡിയാക്കണം, കടല വേവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി പിന്നെ കാണാം കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി ആയപ്പോഴേക്കും മോളും അഖിലൊക്കെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ രാവിലെ കേട്ടോ തിരിച്ചു വന്നത്. അവർ വന്നപ്പോഴേക്കും മോള് പുട്ടൊക്കെ ഉണ്ടാക്കി. ഞങ്ങൾ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ഉച്ചത്തേക്ക് കക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കറണ്ട് പോയായിരുന്നു ആ സമയത്ത്. പിന്നെ കക്കയിറച്ചി ഫ്രൈ ഉണ്ടാക്കി. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ വിശേഷം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.